വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ 2024 IPL സീസണെ വരവേറ്റത്. MS ധോണിയുടെ അവസാന IPL സീസൺ ആകുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വളരെയധികം ശക്തമാണ്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിന് കീഴിൽ ആദ്യമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടൂർണമെന്റിനായി ഇറങ്ങുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ സമ്മർദ്ദവും ആദ്യമൊക്കെ ചെന്നൈ അലട്ടിയിരുന്നു. എന്നാൽ ഇടക്കാലം കൊണ്ട് കാറിടയിൽ ചെന്നൈക്ക് തിരിച്ചു വരാൻ ശക്തമായ അവസരം തന്നെയായിരുന്നു മത്സരങ്ങൾ. ആദ്യ 2 മത്സരങ്ങളിലും അതിഗംഭീരമായ വിജയം ചെന്നൈ സ്വന്തമാക്കി. പിന്നീട് 2 പരാജയങ്ങൾ, പിന്നീട് 2 വിജയങ്ങൾ, പിന്നീട് 2 പരാജയം. പിന്നീടാണ് ടൂർണമെന്റിൽ നിന്നും ചെന്നൈ പതുക്കെ താളം തെറ്റിപ്പോകുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള അപ്രതീക്ഷിത പരാജയങ്ങൾ ചെന്നൈ പോയിന്റ് പട്ടികയിൽ 7 വിജയങ്ങൾ മാത്രമാക്കി ഒതുക്കി തീർത്തു. രാജസ്ഥാനുമായുള്ള മത്സരത്തിൽ വിജയിച്ചെങ്കിലും അതിനു മുന്നോടി ഗുജറാത്തിനോടേറ്റ പരാജയം ചെന്നൈക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഇതിനേക്കാളുമെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തായപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് MS ധോണിയുടെ കാര്യത്തിലാണ്. ആ വ്യക്തിയെ, ആ ഇതിഹാസത്തെ അവസാനമായി നമ്മൾ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ബാറ്റിംഗിൽ കണ്ട മത്സരമായിരുന്നു ഇതാണ് പലരും ഉറ്റുനോക്കുന്നത്. മത്സരത്തിൽ 8ാമത് ഇറങ്ങിയ ധോണി 13 പന്തിൽ 3 4ഉം 1 6ഉം അടക്കം 25 റൺസാണ് നേടിയത്. 20ാം ഓവറിന്റെ 2ാം പന്തിലാണ് ധോണി പുറത്താകുന്നത്. മത്സരം ചെന്നൈ കൈവിടുന്നതും അവിടെ നിന്ന് തന്നെയാണ്. 17 റൺസായിരുന്നു ചെന്നൈക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടിയിരുന്നത്. ആദ്യ പന്ത് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് 6 പായിച്ചുകൊണ്ട് ധോണി മനോഹരമായി തുടങ്ങിയെങ്കിലും 2ാം പന്തിൽ കാലിറങ്ങിയായിരുന്നു. ടൂർണമെന്റിൽ ഉടനീളം ധോണിയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഫിനിഷർ റോളിൽ ധോണി മിന്നിച്ചപ്പോൾ ചെന്നൈക്ക് പല വിജയങ്ങളും സ്വന്തമായി. ഏറ്റവും എടുത്തു പറയേണ്ടത് മുംബൈ ഇന്ത്യൻസുമായുള്ള വിജയത്തെ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ ധോണി അവസാന പന്ത് വരെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെന്നൈ ക്വാളിഫൈ ആകുമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കാത്ത സാഹചര്യത്തിൽ ചെന്നൈ പുറത്താകേണ്ടി വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും 2020 ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം IPL എല്ലാ സീസണുകളിലും സജീവമായിരുന്നെങ്കിലും പരിക്കും ഫിറ്റ്നസും എല്ലാം ധോണിയെ അലട്ടുന്നുണ്ട്. ധോണിയുടെ അവസാന IPL സീസണാണിതെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് മത്സരശേഷം എന്തായിരിക്കും ധോണിയുടെ റിയാക്ഷൻ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. വളരെ മികച്ച ക്രിക്കറ്റ് മത്സരത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. 27 റൺസിന്റെ വിജയം ബാംഗ്ലൂർ സ്വന്തമാക്കിയപ്പോൾ ചെന്നൈക്ക് നഷ്ടമായത് 6ാം കിരീടമെന്ന മോഹമാണ്. എന്നാൽ RCB തങ്ങളുടെ കരിയറിലെ ആദ്യ IPL കിരീടമാണ് 2024 ലക്ഷ്യമിടുന്നത്. ടൂർണമെന്റിന്റെ ആദ്യ പാദത്തിൽ ഒന്നുമല്ലാതിരുന്ന RCBയുടെ ശക്തമായ തിരിച്ചുവരവാണ് 2024 IPLന്റെ പ്രത്യേകത എന്ന് പറയാം. തുടർച്ചയായിട്ടുള്ള 6 വിജയങ്ങൾക്ക് ശേഷമാണ് പിന്നീട് 6 മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ച് മത്സരത്തിലേക്കും ടൂർണമെന്റുകളിലേക്കും RCBയുടെ മടങ്ങിവരവ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടത്.